നമസ്കാരം ഗൈസ്, എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. അപ്പോൾ എല്ലാവരും ക്രിസ്മസ് അടിച്ചു പൊളിച്ച് മുമ്പോട്ട് പോവുകയാണ്. ഞങ്ങൾ അതുപോലെ തന്നെയാണ്. ഇന്നലെ നമ്മൾ പോത്തിൻ്റെ ഒരു വെറൈറ്റി ഐറ്റമാണ് ഉണ്ടാക്കിയത്. ഇന്ന് നമ്മൾ പോർക്കിൻ്റെ ഒരു വെറൈറ്റി ഐറ്റം ഗോവൻ ഡിഷാണ് ചെയ്യുന്നത്. പോർക്ക് ബിന്ദാലു എന്നാണ് ഇതിൻ്റെ പേര്. ഒരു ഗോവൻ ഡിഷാണ്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ജോമി നിങ്ങളെ കാണിച്ചു തരും. പോകാം വീഡിയോയിലേക്ക്. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പോർക്ക് വിന്താലുമാണ്. പോർക്ക് വിന്താലിന് 1 കിലോ കട്ട് ചെയ്ത പോർക്ക് ബിന്ദാലു 1 കിലോ കട്ട് ചെയ്ത പോർക്ക്, ചെറിയ ക്യൂബായിട്ട് കട്ട് ചെയ്ത പോർക്ക്. തലേദിവസം നമ്മൾ വെള്ളത്തിലിട്ട് വെച്ച സോക്ക് ചെയ്ത് വെച്ച റെഡ് ചില്ലി, മുരിങ്ങയിലയുടെ തൊലി, മുരിങ്ങ മരത്തിൻ്റെ തൊലി, കടുക് പരിപ്പ്, സ്പൈസസ്, റെഡ് ചില്ലി. ഇത് വിനാഗിരിയിൽ സോക്ക് ചെയ്യണം. ദിവസം ഇട്ട് വെക്കുക. ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നതാണല്ലേ മുരിങ്ങയുടെ തൊലി, റെഡ് ചില്ലി, കടുക് പരിപ്പ്, ഹോൾ സ്പൈസസ്. ഇതാണ് ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. ഇത് ഗോവൻ ഡിഷാണ്. പിന്നെ വേണ്ടത് ചോപ്പ് ചെയ്ത ഓനിയൻ, സ്ലൈസ് ചെയ്ത ഗ്രീൻ ചില്ലി, ഹോൾ സ്പൈസസ്, റെഡ് ചില്ലി. ഇത് സോക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ നോക്കേണ്ട കാര്യം, ഇതിൽ ഒരു 1/2 ഗ്ലാസ് വിനാഗിരി, കുറച്ച് ചൂടുവെള്ളം, 1/2 ഗ്ലാസ് ചൂടുവെള്ളം, ഇത് സെയിം അളവിലെടുത്ത് ഇത് സോക്ക് ചെയ്തിടണം. തലേദിവസം രാത്രിയിൽ 1/2 ഗ്ലാസ് വിനാഗിരിയും 1/2 ഗ്ലാസ് ചൂടുവെള്ളം. അതിൻ്റെ അകത്തേക്ക് മുരിങ്ങ മരത്തിൻ്റെ തൊലി, കടുക് പരിപ്പ്, ഹോൾ സ്പൈസസ്, ഇത്രയും സാധനങ്ങളാണ്. പിന്നെ ഫസ്റ്റ് ഇത് കുക്ക് ചെയ്തെടുക്കണം. കുക്ക് ചെയ്യാൻ വേണ്ടി മഞ്ഞൾപ്പൊടി, ഉപ്പ്, കാശ്മീരി ചില്ലി പൗഡർ, ഇത് മാത്രം നമ്മൾ യൂസ് ചെയ്യുന്നത്. പോർക്ക് കുക്ക് ചെയ്യാനല്ലേ. ഉപ്പ് ഇടുന്നുണ്ട്. വെള്ളം കുടിച്ചു. അപ്പോൾ പോർക്ക് നമ്മൾ മസാലയെല്ലാം ഇട്ട് ബോയിൽ ചെയ്യാൻ വെക്കുക. ഇതൊരു 4 വിസിലടിക്കണം. 4 വിസിലടിച്ചിട്ട് നമ്മൾ ഗ്രേവി അടിക്കും. അപ്പോൾ നമ്മൾ പോർക്ക് എന്തായാലും ഉണ്ടാക്കാൻ പോവാണ്. പോർക്ക് ബോയിലായിരിക്കുന്നു. ഇനി പോർക്കിനുള്ള ഗ്രേവി അടിക്കും. ഓയിൽ ഒഴിക്കണം, സൺഫ്ലവർ ഓയിൽ. ഓയിൽ ചൂടായി വരുമ്പോഴത്തേന് ചെറിയ ജീരകം, ഏലക്ക, ഗ്രാമ്പു, കറുവപ്പട്ട ഇത് പൊട്ടിച്ച്, റെഡ് ചില്ലിയും കൂടെ ഇട്ട് പൊട്ടിച്ച്, പിന്നെ ഓണിയൻ സോട്ട് ചെയ്യുന്നു, ഗ്രീൻ ചില്ലി സോട്ട് ചെയ്യുന്നു. ഇത് റോസ്റ്റായി വരുമ്പോഴത്തേന് അതിനുള്ള മസാലാസാണ് എടുത്ത് വെച്ചേക്കുന്നത്. മഞ്ഞൾപ്പൊടി 2 ടേബിൾ സ്പൂൺ, കാശ്മീരി ചില്ലി പൗഡർ 3 ടേബിൾ സ്പൂൺ, കൊറിയാണ്ടർ പൗഡർ 1 ടേബിൾ സ്പൂൺ, ജീര പൗഡർ 1/2 ടേബിൾ സ്പൂൺ, ഗരം മസാല. കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഉപ്പ്. അപ്പോൾ ഇനി റോസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ മസാലപ്പൊടിയിൽ ഇടാൻ പോകുന്നു. റോസ്റ്റ് ആയിട്ടുണ്ടല്ലേ. ഇതൊന്ന് റോസ്റ്റായി വരുമ്പോഴത്തേന് നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ച ഐറ്റംസ് പേസ്റ്റ് ചെയ്തത് അതും ഈ കൂടെ ഇട്ട് സോട്ട് ചെയ്ത് പച്ചമണം മാറിക്കഴിയുമ്പോൾ ഇതിൻ്റെ സ്റ്റോക്കിൽ, പോർക്ക് ബോയിൽ ചെയ്ത് ആ സ്റ്റോക്കിൽ കുറച്ച് നേരം കുക്ക് ചെയ്യും. ഒനിയൻ കുക്കായ ശേഷം പോർക്ക് തട്ടും.
മസാല റോസ്റ്റ് ആയിട്ടുണ്ട്. സോക്ക് ചെയ്ത് വെച്ചിരുന്ന ഐറ്റംസ് എല്ലാം കൂടെ അരച്ചത്. അത് പോയതിന് ശേഷം ഈ വെള്ളം ഒഴിച്ച് ഈ പോർക്ക് കുക്ക് ചെയ്ത സ്റ്റോക്കിൽ നമ്മൾ ഒനിയൻ ഒരു 2 മിനിറ്റ് കുക്ക് ചെയ്യും. മുരിങ്ങക്കറിയുടെ ആ ഒരു ഇത് അതിനുവേണ്ടി ജസ്റ്റ് ഒന്ന് റോസ്റ്റാക്കി എടുക്കാം. അരപ്പ് വെന്തതിന് ശേഷം വെള്ളം ഒഴിക്കണല്ലേ? അരപ്പ് ജസ്റ്റ് അതിൻ്റെ ഒരു പച്ചമണം പോകണം, അതായത് ആ മുരിങ്ങ തൊലിയുടെ. അതിനുശേഷം ബാക്കിയുള്ള ഇത് വെള്ളം കൂടെ ചേർത്ത് ഒഴിക്കുന്നു അല്ലേ? അങ്ങനെ ഗോവൻ ഡിഷ് റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. ഈ പോർക്കിന് സ്റ്റോക്ക് ഒഴിച്ച് ഒനിയൻ 2 മിനിറ്റ് കുക്കായതിനു ശേഷം പോർക്ക് ബോയിൽ ചെയ്ത് ഫുള്ള് ഇതിനകത്ത് ഇടുന്നതായിരിക്കും. പിന്നെ മെയിൻ ഒരു സാധനമുണ്ട്, മസ്റ്റാർഡ് ഓയിൽ. നമ്മളാ യൂസ് ചെയ്യുന്നില്ല, മലയാളീസിനൊന്നും ഇഷ്ടപ്പെടുകയാണ് മസ്റ്റാർഡ് ഓയിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ ഗ്രേവി റെഡി ആയിരിക്കുകയാണ്. പോർക്ക് നമ്മൾ ഈ റോസ്റ്റിലേക്ക് ഇടുക. അപ്പോൾ പോർക്ക് എന്തായാലും റെഡി ആയിരിക്കുകയാണ്. ലാസ്റ്റായിട്ട് കുറച്ച് കുരുമുളക് പൊടി അല്ലേ? ക്രഷ് ചെയ്ത് പെപ്പർ. അപ്പോൾ പോർക്ക് ബിന്ദാരു കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇത് ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേന് നോക്കിയാൽ മതി, ഇതിൻ്റെ മേളിൽ ഇതിൻ്റെ ഓയിൽ ഫ്ലോട്ട് ആവും. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് ഇളക്കി നമുക്ക് ആവശ്യാനുസരണം സെർവ് ചെയ്യാം. ഓക്കെ. കൂടെ അപ്പോൾ പോർക്ക് ബിന്ദാലു എങ്ങനെയുണ്ട് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഞാൻ ആദ്യമായിട്ടാണ് ഈ സംഭവം ടേസ്റ്റ് ചെയ്യുന്നത്. ഒരു ഗോവൻ ഐറ്റമാണെന്നാണ് ജോമി പറഞ്ഞത്. അതായത് ഈ മുരിങ്ങത്തോലും അതുപോലെ മറ്റ് ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തിട്ടുള്ള ഒരു വെറൈറ്റി ഫുഡാണ്. അപ്പോൾ നമ്മൾ ഇതെങ്ങനെയുണ്ടെന്ന് പരീക്ഷിച്ച് നോക്കട്ടെ കേട്ടോ. കൊള്ളാം, വ്യത്യസ്തമായൊരു ടേസ്റ്റാണ്. കാരണം ഇതിനകത്ത് നമ്മൾ ആ മുരിങ്ങത്തോലിൻ്റെ ഒരു ടേസ്റ്റും അതുകൂടാതെ തന്നെ വിനാഗിരി, പെപ്പർ, അങ്ങനെ മറ്റു കുറേ ഇൻഗ്രീഡിയൻസ് എല്ലാം ഉണ്ട്. ഇപ്പോൾ ഈ പന്നിയുടെ നെയ്യും, അതായത് പോർക്കിൻ്റെ നെയ്യും ഇതെല്ലാം കൂടെ അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് ഒരു വ്യത്യസ്തമായൊരു ടേസ്റ്റാണ്. കുഴപ്പമില്ല, അത്യാവശ്യം. പക്ഷേ നമുക്ക് ചില ആളുകൾക്ക് ഇഷ്ടപ്പെടത്തില്ലല്ലേ ആ ടേസ്റ്റ്. പക്ഷേ ഈ മുരിങ്ങത്തൊലി എന്ന് പറയുന്നത് നല്ലതാണ് ശരീരത്തിന്. പക്ഷേ കുഴപ്പമില്ല, നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഒന്ന് പരീക്ഷിക്കാവുന്നതാണ് വീട്ടിൽ. കൊള്ളാം, അടിപൊളിയാണ്. നമ്മൾ വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ.